ഈ ബന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഒരു ക്യാപ്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കിയാലോ? വെറുതെ ഇരിക്കുമ്പോ ഒരു ബന്ന് കഴിക്കാം. എന്താണ്? ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മെസ്സേജ് അയക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് തോന്നണം? ബന്ന് കഴിക്കണമെന്ന് തോന്നണം. എന്താണ് ബൻ? ആദ്യം വേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സ്, നമ്മുടെ പ്രൊഡക്റ്റിനുള്ള യുണീക്ക്നെസ്. ഈ ബെനിഫിറ്റ്സും ഈ യുണീക്ക്നെസ്സും കസ്റ്റമറിന്റെ നീഡുമായിട്ട് റെസണേറ്റ് ചെയ്യണം. അവർക്ക് ഇത് എന്ത് ചെയ്യണം? ഒന്നുപോലെയാണെന്ന് ഫീൽ ചെയ്യണം. ഓക്കെ. ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനി മിനറൽ വാട്ടർ വിൽക്കുന്ന കമ്പനിയാണ്. ആ മിനറൽ വാട്ടർ വിൽക്കുന്ന കമ്പനിയുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ബോട്ടിലിംഗിന്റെ പ്രത്യേകത കാരണം 24 hours ഇത് കൂളായിരിക്കും. എന്ത്? വാട്ടർ. അതാണ് എന്റെ ബെനിഫിറ്റ്സ്. യുണീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുണീക്നെസ് വേറെ ആർക്കും ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ അവരിത് നിർമ്മിക്കുന്നത് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് എന്നാണ്. അതാണ് ഒരു യുണീക്ക്നെസ്. അതായത് പ്രകൃതിക്ക് പ്രശ്നം ഉണ്ടാക്കാതെ റീസൈക്കിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്നാണ് എന്തുണ്ടാക്കുന്നത്? അവര് ബോട്ട് ഉണ്ടാക്കുന്നത്. നീഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പരിസ്ഥിതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പരിസ്ഥിതി ഇപ്പോഴത്തെ പ്രത്യേകിച്ച് എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ചും ഈ ടെക്നോളജി നിൽക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എന്തിനെ കുറിച്ച്? പരിസ്ഥിതിയെ കുറിച്ച്. അപ്പോ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ആ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. ആ ആവശ്യമുള്ള ആൾക്കാരാണ് ഇവിടുത്തെ നമ്മുടെ ബൻ. ഈ ബന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഒരു ക്യാപ്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കിയാലോ? ഇതാണ് ക്യാപ്ഷൻ. സ്റ്റേ കൂൾ. എന്താണ്? നമ്മുടെ ബെനിഫിറ്റ്സ് ആൻഡ് സേവ് ദ പ്ലാനറ്റ്. എന്താണ് ഇവിടെ? നമ്മുടെ എക്കോ ഫ്രണ്ട്ലി സാധനം, നമ്മുടെ നീഡ് അല്ലേ? with our bottles made with recycled glass. For example, ഉണ്ടോ? ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ട്. യുണീക്ക്നെസ് ഉണ്ടോ? ഉണ്ട്. നീഡ് ഉണ്ടോ? ഉണ്ട്. മനസ്സിലായോ? സിമ്പിൾ ആണ് ക്യാപ്ഷൻ. ഓക്കെ. ഇനി നിങ്ങളുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇതുപോലും ചെയ്ത് നോക്കി. ഇത് ചെയ്തിട്ട് നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. ഓക്കെ. ബൺ മറക്കണ്ട. ഈ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് ഇനി ബന്ന് കഴിക്കുമ്പോഴെല്ലാം ഈ ബൺ ഓർത്തേക്കണം. ഓക്കെ അല്ലേ?